ഹായ് ഡിയർ സ്റ്റുഡൻസ്, ക്രിസ്മസ് എക്സാമിന് ഇനി എത്ര ദിവസം ഉണ്ടെന്നാണ് നിങ്ങളുടെ വിചാരം? എങ്ങനെ കൂട്ടി നോക്കിയാലും 45 ദിവസമൊക്കെയാണ് നമുക്ക് ഇനി ബാക്കിയുള്ളത് കേട്ടോ. ആ 45 ദിവസങ്ങളിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോ, CS, പിന്നെ ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ് ഞാൻ കൂട്ടുന്നില്ല. ഇതെല്ലാം കൂടെ ആയിട്ട് ക്രിസ്മസ് എക്സാമിന് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാണ്ടെന്നാണ് നിങ്ങളുടെ ഒരു വിചാരം? ജസ്റ്റ് ടേക്ക് എ ഗസ്. അറൗണ്ട് 49 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്. എങ്ങനെ നോക്കിയാലും ദിവസത്തേക്കാൾ കൂടുതൽ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കാനുണ്ട്. അതായത് ഒരു ദിവസം ഒരു ചാപ്റ്റർ പഠിച്ചാൽ പോലും തീരാത്ത ലെവലിൽ ഇപ്പം ഉണ്ട്. നിങ്ങൾ ഒരുപാട് ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടും. കാരണം ഒരു ദിവസം ഒന്നിൽ കൂടുതൽ ചാപ്റ്റർ ആവറേജ് പഠിക്കണ്ടേ? എന്നാൽ നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ നിങ്ങളുടെ നിലവാരം അനുസരിച്ചിട്ട് ഒരു ചാപ്റ്റർ പഠിക്കണമെങ്കിൽ, ഫിസിക്സിൽ ഒരു ചാപ്റ്റർ പഠിക്കണമെങ്കിൽ നിങ്ങൾ എത്ര ദിവസം എടുക്കും? ചിലപ്പോൾ ഒരു ദിവസം നമ്മളെടുത്ത് പേപ്പർ എടുത്ത് ഇങ്ങനെ തുറന്നു നോക്കും, ബുക്ക് എടുത്ത് തുറന്നു നോക്കും, അതിൻ്റെ ക്ലാസ് കുറച്ച് കാണും, എന്നിട്ട് അവിടെ വെക്കും. എന്നിട്ട് ഒരു ദിവസമോ 2 ദിവസമൊക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ 3, 4, 5 ദിവസമൊക്കെ എടുത്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ചാപ്റ്റർ 50% പോലും പലരാക്കുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഡേയ്സിൽ അത് തീരുന്നു? റിയലിസ്റ്റിക്കായി നിങ്ങൾ ചിന്തിക്കുക. നടക്കില്ല എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പോകുന്ന മെത്തേഡ് വർക്കിംഗ് അല്ലെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം? റീതിങ്ക് ചെയ്യണം. ഇപ്പോൾ ഉള്ള മെത്തേഡ് നിങ്ങൾക്ക് വർക്കിംഗ് അല്ല എന്നുള്ള സത്യം ഉൾക്കൊണ്ട് പുതിയൊരു മെത്തേഡിലേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് മാറിയോ അത്രയും നല്ലതാണ്. കാരണം നിങ്ങളുടെ മുമ്പിൽ ഇനി എന്തുണ്ട്? നിങ്ങളുടെ മുമ്പിൽ ഒക്ടോബർ മാസത്തിൽ ഏതാനും ദിവസങ്ങളും നവംബർ മാസം കംപ്ലീറ്റ് ഉണ്ടല്ലോ. ഡിസംബറിൽ നമുക്ക് ഡിസംബർ എക്സാം വരുന്നുണ്ട്, ക്രിസ്മസ് എക്സാം വരുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ്, ഫസ്റ്റ് വീക്കിലാണ്. അപ്പോൾ അവിടെ നിങ്ങൾ പഠിക്കുന്നത് മറന്നേക്കും. ഫസ്റ്റ് ഒരു 4-5 ദിവസം അവിടെ കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഈ വരുന്ന നവംബറിലും ഒക്ടോബറിലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ 49 ചാപ്റ്റേഴ്സ് മാക്സിമം കുറഞ്ഞ സമയത്ത് പഠിച്ച് എങ്ങനെ തീർത്താലാണോ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ വരുന്ന ഡിസംബറിലെ ക്രിസ്മസ് എക്സാമിന് അത് യൂസ് ആയിരിക്കും. അത് കഴിഞ്ഞ് ജാനുവരി ലാബ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് മാർച്ചിൽ എന്ത് വരുന്നുണ്ട്? മാർച്ചിൽ +2 എക്സാമും വരുന്നുണ്ട്, +1ൻ്റെ ഇമ്പ്രൂവ്മെൻറ്റും വരുന്നുണ്ട്. അപ്പോൾ അത് പഠിക്കാനുള്ള ബെസ്റ്റ് ചാൻസ് എപ്പോഴാണ്? അല്ലെങ്കിൽ ബെസ്റ്റ് ടൈം എപ്പോഴാണ്? ഈ ഒക്ടോബർ ആൻഡ് നവംബറിലുള്ള ഈ ടൈം തന്നെയാണ്. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റൊക്കെ വേണ്ടി ഡിസംബർ എക്സാമിൻ്റെ ബ്രേക്കിനും പിന്നെ ജാനുവരി, ഫെബ്രുവരി ലാബ് എക്സാംസിൻ്റെ ഇടയിൽ കിട്ടുന്ന കുറച്ച് ലീവ്സും കുറച്ച് സ്റ്റഡി ലീവ്സും ഉപയോഗിച്ച് കഴിഞ്ഞാൽ +2 എക്സാമും പറ്റും, +1 ഇമ്പ്രൂവ്മെൻറ്റും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ ആസ് +2 സ്റ്റുഡൻസ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റും കൂടി ഇമ്പോർട്ടൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഈ ഒരു ടൈമിനൊന്നും നിങ്ങൾക്ക് ഒരിക്കലും വിചാരിച്ചാൽ, അതായത് ഡിസംബർ എക്സാമിന് ശേഷം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ +2 അല്ലെങ്കിൽ +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം അതൊക്കെ പറ്റുള്ളൂ. അങ്ങനെ തന്നെ പറഞ്ഞു തരാം. റൈറ്റ് ടൈം ഈ ടൈമാണ്. എങ്ങനെയെങ്കിലും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. ഇത് നമ്മൾ കുറച്ച് വീക്സായി പറയുന്നു. ആൻഡ് അതിന് വേണ്ടി മാത്രമായിട്ട് നമ്മളൊരു ബാച്ചും സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് നാളെ ഒരു ഓറിയൻറ്റേഷൻ സെഷൻ ഉണ്ട്. നാളെ പ്രീ ബൂസ്റ്റർ ബാച്ച് എന്നാണ് ഞങ്ങളുടെ ബാച്ചിൻ്റെ പേര്. ക്രിസ്മസ് എക്സാമിനും +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമും ടാർഗറ്റ് ചെയ്തുള്ള ബാച്ചാണ് പ്രീ ബൂസ്റ്റർ ബാച്ച്. ഈ ബാച്ച് ജോയിൻ ചെയ്തവർക്കുള്ള ഒരു ഓറിയൻറ്റേഷൻ സെഷനാണ്. ഈ ബാച്ചിൽ കൃത്യമായിട്ട് എങ്ങനെയായിരിക്കും ഞങ്ങൾ അറേഞ്ച്മെൻറ്റ് എന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു ലൈവിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? യൂട്യൂബിൽ പബ്ലിക്കായിട്ട് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ചാനൽ ചെക്ക് ചെയ്താൽ കാണാം. ലിങ്ക് ഞാൻ കമൻറ്റിൽ പിന്നും ചെയ്യാം കേട്ടോ. അപ്കമിങ് ലൈവ് നോക്കിയാൽ കാണാം. നാളെ 7:30 മണിക്കാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരൊന്ന് കണ്ടു നോക്ക്. നിങ്ങൾക്ക് അടിപൊളിയായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ജോയിൻ ചെയ്തോ. നിങ്ങൾ കണ്ടു നോക്ക്. ആദ്യം കണ്ടു നോക്കുക എന്നുള്ള കാര്യമാണ് ഈ കാര്യത്തിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 30 സെക്കൻഡ്സ് കൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം പ്രീ ബൂസ്റ്റർ ബാച്ച് എന്താണെന്നുള്ളത്. അതായത് നമ്മൾ ക്രിസ്മസ് എക്സാം ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ +1 ഇമ്പ്രൂവ്മെൻറ്റും കൂടി അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ ചെയ്യുന്ന പ്ലാൻ ജസ്റ്റ് പറഞ്ഞു തരാം. നമ്മൾ ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ക്രിസ്മസ് പോർഷൻസിന് മാക്സിമം എന്ത് ചെയ്യും? സ്ട്രെസ് കൊടുക്കും. +2ൻ്റെ ക്രിസ്മസ് എക്സാം പോർഷന് മാക്സിമം സ്ട്രെസ് കൊടുക്കും. ഇനി ഇമ്പ്രൂവ്മെൻറ്റ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് +1 ഇമ്പ്രൂവ്മെൻറ്റിന് പഠിക്കാനുള്ള കുറച്ച് ടോപ്പിക്സും നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് സെറ്റാക്കി തരും. അതിൻ്റെ കുറച്ച് ലൈവ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒക്ടോബർ, നവംബർ മാസം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. എന്നിട്ട് ഡിസംബർ ഫസ്റ്റ് വീക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? +2 ക്രിസ്മസ് എക്സാം ഒന്ന് സീരിയസ് ആയി കാണുന്നു. അതിനുവേണ്ട മോഡൽ എക്സാംസും റിവിഷൻസും ഉണ്ടാവും. അത് കഴിഞ്ഞ് ഉടനെ തന്നെ +2 ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് ഉടനെ തന്നെ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ജാനുവരി ആകുമ്പോഴത്തേന് നമ്മൾ +2ലെ ബാക്കി ചാപ്റ്റേഴ്സ്, ക്രിസ്മസിന് ശേഷമുള്ള ചാപ്റ്റേഴ്സും അതുപോലെ +1 ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യും? മാക്സിമം നമ്മളവിടെ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ജാനുവരി ആകുമ്പോൾ തന്നെ ലാബ് എക്സാംസിൻ്റെ തുടങ്ങുന്നതിൻ്റെയൊക്കെ മുമ്പ് തന്നെ നമുക്ക് സിലബസ് തീർക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഫുൾ ചാപ്റ്റേഴ്സ് ഇപ്പോഴേ വേണമെങ്കിൽ ആക്സസ് ഉണ്ടാവും. ഇനി ഫെബ്രുവരി, മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് ഞാൻ പറയില്ല, മാക്സിമം നിങ്ങൾക്ക് റിവിഷൻസും ലൈവുകളും ക്വസ്റ്റ്യൻ ഡിസ്കഷനും PYQ ഡിസ്കഷനും വർക്ക്ഷോപ്പും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ 3 സെറ്റ് എക്സാംസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ മറ്റ് ബാക്കി ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഡൗട്ട് ക്ലിയറൻസിന് ഒരു AI ഡൗട്ട് ക്ലിയറൻസ് ആപ്പ്, ഒരു ബോട്ട് തന്നെ എഡ്ജ് പോട്ട് ആപ്പിൻ്റെ അകത്തുണ്ട്. ഇനി നിങ്ങൾക്ക് സബ്ജക്റ്റ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ തീർക്കാനുള്ള
ക്ലബ്ബുകൾ, അതിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി പോലും ഉണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ആക്സസ് കിട്ടുന്നതായിരിക്കും. 2 ടൈപ്പ് നോട്ട്സ് ഉണ്ടായിരിക്കും. അതായത് ലോങ് നോട്ട്സും ഉണ്ടാവും, ഷോർട്ട് നോട്ട്സ് ഉണ്ടാവും, ഹാൻഡ് റിട്ടൺ നോട്ട്സ് ഉണ്ടാവും, മൈക്രോബിറ്റ് നോട്ട്സ് ഉണ്ടാവും. ഇതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഇതെല്ലാം പഠിച്ചു എന്ന് ഉറപ്പ് വരുത്താൻ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെൻറ്റർ ഉണ്ടായിരിക്കും. ഈ ഒരു സിസ്റ്റത്തിൽ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സിസ്റ്റം വർക്കിംഗ് അല്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ പ്രീ ബൂസ്റ്റർ സിസ്റ്റത്തിലോട്ട് വരിക. നിങ്ങൾക്ക് ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആകെ വരുന്ന ഫീസ് ഇൻക്ലൂഡിങ് +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം 3799 ആണ്. ഇൻക്ലൂഡിങ് +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം 3799 മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം എന്താണ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ആക്സസ് കിട്ടുന്നതായിരിക്കും അലോങ് വിത്ത് +2. സോ +2നും +1നും വേണ്ടി നിങ്ങൾ ആകെ വേണ്ടി ചിലവാക്കേണ്ടത് 3799 മാത്രമാണ്. ഈ ബാച്ച് നാളെ ഓറിയൻറ്റേഷനാണ്. നിങ്ങൾക്ക് ഇന്ന് ജോയിൻ ചെയ്യാൻ പറ്റും. താഴെ ഫോം ഞാൻ കൊടുക്കാം, പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്യാം. നാളത്തെ ഫസ്റ്റ് ഓറിയൻറ്റേഷൻ തന്നെ നിങ്ങൾക്ക് മിസ്സാകാതെ പങ്കെടുക്കാൻ പറ്റും. October 21, അതായത് നാളെ തന്നെ ഓറിയൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന് പിറ്റേ ദിവസം ക്ലാസ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. സോ മിസ് ഔട്ട് ചെയ്യരുത്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലേറ്റ് ആക്കേണ്ട, ഇനി വെറുതെ ആലോചിച്ച് ലേറ്റ് ആക്കണ്ട. നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ച് മാറ്റി വെക്കണ്ട, വേഗം ജോയിൻ ചെയ്യുക, വേഗം പഠിച്ചു തുടങ്ങാം കേട്ടോ. താഴെ ഫോം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ടും താല്പര്യമുള്ളവരാണെങ്കിൽ ആ ഫോം ഫില്ല് ചെയ്യുക, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക.